ഹലോ മൈ ഗൈസ്, അപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. പെരുന്നാൾ കഴിഞ്ഞിട്ട് കുറേ ദിവസമായി. മറ്റേ സ്കൂള് ആയതുകൊണ്ട് തിരക്കായതുകൊണ്ട് എഡിറ്റിങ്ങിനൊന്നും പറ്റാത്തതുകൊണ്ടാട്ടോ നമ്മൾ കുറേ വൈകി വീഡിയോ ഇട്ട്. പെരുന്നാളിൻ്റെ അന്ന് ഇബ്ബാക്കൊക്കെ പണി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് മാത്രമാട്ടോ പോയത്, തിരൂർ മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് പോയതാട്ടോ. എന്തേലും സാധനങ്ങളുണ്ടെങ്കിൽ വാങ്ങുകയും ചെയ്യാച്ചിട്ട് പോയതാട്ടോ. തിരൂർക്ക് പോണ വഴികളൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്ത് ഇങ്ങനെ പോയി. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നിലമ്പൂർ തേക്ക് മ്യൂസിയം കാണാൻ ട്രെയിനിൽ പോയിട്ടോ. അതൊക്കെ ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കാണണം കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കാണണം, എന്നാലേ ഉള്ളൂ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരൂർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ചെറിയ വിലക്കുറവൊക്കെ നല്ലോണം ഉണ്ട്. പക്ഷെ വലിയ ക്വാളിറ്റി ഇല്ലാന്നാ കേട്ടോ തോന്നുന്നത്. ഞങ്ങൾ അവിടുന്ന് ഒരു കുട വാങ്ങി. ആ കുട അത്ര പോരാന്നാണ് തോന്നിയത്. 200 രൂപയുള്ളൂ. പിന്നെ പഴയ കാലത്തെ സാധനങ്ങളും മോതിരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ കുറേ പണ്ടത്തെ നാണയങ്ങളും ഒക്കെ. പിന്നെ ഇവിടെ 200 റുപ്യൻ്റെ ഫോണൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ നോക്കി. അപ്പോൾ അത് ഓണാവണ തന്നെ അല്ല കേട്ടോ. ഓല് പറയുന്നത് ആ ഫോണ് വീട്ടിൽ പോയിട്ട് ചാർജിൽ ഇട്ടിട്ട് ഓണാക്കി കഴിഞ്ഞാൽ ഓണാവുന്നതാണ്. പക്ഷേ ഞങ്ങൾ അത് ഓണാക്കാൻ നിന്നില്ല കേട്ടോ. കൊണ്ടുപോകാൻ നിന്നില്ല. കാരണം അവിടെ ചെന്നിട്ട് അത് ഓണായിട്ടില്ലെങ്കിൽ നമ്മളെ പൈസ പോവില്ലേ, അത് തിരിച്ചു കൊടുക്കാനും പറ്റൂല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിട്ടോ. തിരിച്ചു വരുമ്പോഴാട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത്. ഈ ഹോട്ടലിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റൂല കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഫുഡാണ് ഇവിടെ, ഒന്നും പറയല്ല. കിടിലൻ ഫുഡാട്ടോ. ഞങ്ങൾ അവിടുന്ന് മന്തി അൽഫാമാട്ടോ വാങ്ങി. അതിലത്തെ അൽഫാം ഞങ്ങളൊരു വെറൈറ്റി വാങ്ങിയെന്ന്. കിടിലൻ ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഫ്രൂട്ട്സിൻ്റെ കടയിൽ കയറി കേട്ടോ. അത് നമ്മളെ പെരിന്തമണ്ണയിലുള്ള കട കേട്ടോ. ഫ്രൂട്ട്സ് എന്നാട്ടോ പേര്. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസമാണ് ട്രെയിനിലൊരു യാത്ര പോകാൻ കരുതി. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. ഇബ്ബ പോന്നിട്ടില്ല കേട്ടോ. ഇബ്ബ യാത്ര അയക്കാൻ വന്നതാണ്. പിന്നെ ചെറിയ ആപ്പയും ഇപ്പൊപ്പ കേട്ടോ. വലിയ ആപ്പാക്കും പണിയുണ്ട് കേട്ടോ. പിന്നെ മിനോളും മേമാനും ഇമ്മി ഞാനും കാക്കും അങ്ങനെ എല്ലാവരും കൂടി നല്ല അടിപൊളി യാത്രയായിരുന്നു. ട്രെയിന് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പാഞ്ഞു പോന്നു കേട്ടോ ട്രെയിൻ സ്റ്റേഷനിക്ക്. പക്ഷെ ട്രെയിന് കുറേ കഴിഞ്ഞിട്ടാണ് വന്നത്. ട്രെയിന് വരുന്നവരെ ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയും കേട്ടോ. ഷിബില മാമൊക്കെ ആദ്യമായിട്ടാണ് ഇത്ര ട്രെയിനിൽ കയറുന്നത്. അതിൻ്റെ സന്തോഷമൊക്കെ ഷിബില മാമൊക്കെ ഉണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡത്തെ ട്രെയിൻ വന്നു കേട്ടോ. ഞങ്ങൾ ട്രെയിന് പോകുന്ന തന്നെ കേട്ടോ വിചാരിച്ചിന്. പക്ഷേ ഞങ്ങൾ നേരത്തെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ട്രെയിന് കിട്ടിട്ടോ. ഞങ്ങൾ കുറേ വൈകിട്ടാണ് വന്നേന്ന്. പക്ഷെ ട്രെയിന് നേരം വൈകിയോണ്ട് ഞങ്ങൾക്കും ഒക്കെ അടിപൊളിയായി. പോകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ള സീറ്റ് കിട്ടിട്ടോ. എന്നിട്ട് ഞങ്ങൾ നിലമ്പൂരിൽ ഇറങ്ങി. പിന്നെ ഞങ്ങൾ ആദ്യം ഫുഡ് കഴിക്കാനാട്ടോ പോയത്. ഈ ഹോട്ടലിൽ തേക്ക് മ്യൂസിയത്തിൻ്റെ നേരെ മുന്നിലുള്ള ഹോട്ടലാണ്. ദയവ് ഇതാരും ഇവിടുന്ന് കഴിക്കാതിരിക്കുക കേട്ടോ. എന്താന്ന് വെച്ചാൽ അവിടെ ഫുഡ് ടേസ്റ്റും ഇല്ല, പിന്നെ തീരെ വൃത്തിയില്ല കേട്ടോ. തേക്ക് മ്യൂസിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് കാണാൻ പോണവരും കണ്ടുവരുന്നവരൊക്കെ അവിടെ കയറിയോണ്ട് ഓൽക്ക് നല്ല കച്ചവടം ഉണ്ട്. അപ്പോൾ ഓൽക്ക് ശരിയാക്കും വേണ്ട. ദയവ് ഇതാരും അവിടെ കയറാതിരിക്കാൻ നോക്കുക. കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മടുക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ തേക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ കണ്ടോളി.
തേക്ക് മ്യൂസിയത്തിൽ ഞങ്ങൾ ആദ്യം പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരും കൂടി ട്രെയിനിൽ പോകാനുള്ള ഒരു ഇതുകൊണ്ട് ഞങ്ങൾ പിന്നെയും പോയതാണ്. പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും കാണാനല്ല, ആദ്യത്തെ പോലെ തന്നെയാണ്. പിന്നെ തിരിച്ച് ട്രെയിനിൽ പോകുമ്പോൾ പെരും തിരക്കായിരുന്നു കേട്ടോ. എല്ലാവരും നിൽക്കുന്നു, ആർക്കും ഇരിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം അത്രയുള്ളൂ നമ്മളെ പെരുന്നാൾ വ്ളോഗ്. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളും ഇതേമാതിരി ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്യണവരാണെങ്കിൽ ഒന്ന് പോയേക്കാം. ബാക്കി നാളെ.